ഹായ് വെൽക്കം ടു റിസോ. ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ പുതിയ ഷിഫ്റ്റ് മോഡ്യൂൾസിലെ പുതിയ ചേഞ്ചസും ഫീച്ചേഴ്സിനെ കുറിച്ചുമാണ്. അപ്പോൾ അതിനെ ഫസ്റ്റ് കമ്പനി മെനുവിൽ അറ്റൻഡൻസ് പോളിസി ഓപ്ഷൻ ഓപ്പൺ ചെയ്യാം. അതിനകത്ത് നമുക്ക് പുതിയ ഷിഫ്റ്റ് ആഡ് ചെയ്യാനായിട്ട് ആഡ് ഷിഫ്റ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫോം പോപ്പപ്പ് ആയി വന്നിട്ടുണ്ടാവും. അതിനകത്ത് നമ്മൾ ഫസ്റ്റ് നമ്മുടെ ഷിഫ്റ്റിൻ്റെ നെയിം എൻ്റർ ചെയ്യേണ്ടതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിവിടെ കൊടുക്കുന്നത് 9:30 to 5:30 എന്നുള്ള ഒരു ഷിഫ്റ്റാണ്. നെക്സ്റ്റ് വർക്കിംഗ് ഡേയ്സ് സെലക്ട് ചെയ്യുക. മൺഡേ ടു സാറ്റർഡേ ആണ് വർക്കിംഗ് ഡേയ്സ്. അതേപോലെ ഇപ്പോൾ ഏതെങ്കിലും ദിവസം നമുക്ക് ഹാഫ് ഡേ ആയിട്ട് ആണ് ട്രീറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ആ ഡേറ്റിന് താഴെയുള്ള എച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ എല്ലാ സാറ്റർഡേസും ഹാഫ് ഡേ ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യുക. ആൻഡ് നെക്സ്റ്റ് നമുക്ക് വരുന്നത് ഇൻ ടൈം ഔട്ട് ടൈം കൊടുക്കേണ്ടതാണ്. ഇപ്പോൾ ഇവിടെ 9:30 സെലക്റ്റഡ് ആണ്. അതേപോലെ ഔട്ട് ടൈം ആയിട്ട് 5:30 സെലക്ട് ചെയ്യുക. ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതൊരു 24 hour ഫോർമാറ്റിലാണ് ക്ലോക്ക് വർക്ക് ചെയ്യണത്. പിന്നെ നമ്മളിത് ഇൻ ടൈം ഔട്ട് ടൈം സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ടോട്ടൽ ഡ്യൂറേഷൻ ഇവിടെ കാണാൻ പറ്റുന്നതാണ്. അതേപോലെ നെക്സ്റ്റ് നമുക്ക് ലേറ്റ് ഇൻ ലിമിറ്റ് ആണ് എൻ്റർ ചെയ്യേണ്ടത്. ലേറ്റ് ഇൻ ലിമിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു എംപ്ലോയിക്ക് 9:30 കഴിഞ്ഞാൽ എത്ര മിനിറ്റ് നമുക്കൊരു കൺസെഷൻ കൊടുക്കാം എന്നുള്ളതിൻ്റെ മിനിറ്റ്സ് ആണ്. ഞാനിപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ 5 ആണ് ഇവിടെ എൻ്റർ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഏർലി ഔട്ട് നമുക്ക് 5:30 മുന്നേ എത്ര മിനിറ്റിനുള്ളിൽ ഈ എംപ്ലോയിക്ക് പഞ്ച് ഔട്ട് ചെയ്യാം എന്നുള്ള മിനിറ്റ്സ് ആണ് ഇവിടെ എൻ്റർ ചെയ്യുന്നത്. അതിപ്പോൾ തൽക്കാലം ഞാൻ 0 തന്നെയാണ് എൻ്റർ ചെയ്യുന്നത്. ഇപ്പോൾ ടോട്ടൽ നമ്മുടെ ഫുൾ ഡേ മിനിറ്റ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു എംപ്ലോയി എത്ര മിനിറ്റ്സ് വർക്ക് ചെയ്താലാണ് ആൾക്ക് ഫുൾ ഡേ പ്രസൻറ്റ് കിട്ടുക എന്നുള്ളതാണ് ഈ ഫുൾ ഡേ മിനിറ്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ടോട്ടൽ ഡ്യൂറേഷൻ മൈനസ് നമ്മുടെ ലേറ്റ് ഇൻ ലിമിറ്റ്, അത് 475 മിനിറ്റ്സ്, ഇതാണ് നമ്മുടെ ഫുൾ ഡേ മിനിറ്റ്സിൽ നമ്മൾ എൻ്റർ ചെയ്യേണ്ടത്. അതേപോലെ ഹാഫ് ഡേ, എത്ര മിനിറ്റ്സ് വർക്ക് ചെയ്താലാണ് ഒരു എംപ്ലോയിക്ക് ഹാഫ് ഡേ കവർ ആവുക എന്നുള്ളതിന് മിനിറ്റ്സ് ആണ് ഇവിടെ എൻ്റർ ചെയ്യുക. നെക്സ്റ്റ് വരുന്നതാണ് ഷിഫ്റ്റ് റൂൾസ്. ഇതിനകത്ത് നമുക്ക് രണ്ട് ടൈപ്പ് റൂൾസ് വരുന്നുണ്ട്, സ്ട്രിക്ട് മോണിറ്ററിങ്ങും ഫ്ലെക്സിബിൾ ടൈമും. അപ്പോൾ സ്ട്രിക്ട് മോണിറ്ററിങ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഒരു എംപ്ലോയിക്ക് ഫുൾ ഡേ പ്രസന്റ് കിട്ടണമെങ്കിൽ നമ്മൾ എൻ്റർ ചെയ്തേക്കുന്ന ഇൻ ടൈമും ഔട്ട് ടൈമും അതിനെ ബേസ് ചെയ്ത് മാത്രം ഇവരുടെ പഞ്ചിങ് വന്നിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഇവർക്ക് ഫുൾ ഡേ പ്രസന്റ് കിട്ടുക. അതേപോലെ ഫ്ലെക്സിബിൾ ടൈമിംഗ് എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഒരു ദിവസം എപ്പോൾ വേണമെങ്കിലും പഞ്ച് ചെയ്യാം. ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ ഫുൾ ഡേ മിനിറ്റ്സിന്റെ ഡ്യൂറേഷൻ കവർ ചെയ്യണം എന്നുള്ളതാണ്. പിന്നെ നെക്സ്റ്റ് വരുന്നതാണ് ഓവർ ടൈം മിനിമം ടൈം ആഫ്റ്റർ ഷിഫ്റ്റ്, അതേപോലെ ഓവർ ടൈം മിനിമം ടൈം ബിഫോർ ഷിഫ്റ്റ്. ഇത് നമ്മൾ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ മെയിൻ ഷിഫ്റ്റിന്റെ എത്ര മിനിറ്റ് മുന്നേ ഒരു എംപ്ലോയി വന്നാലാണ് ഓവർ ടൈം കാൽക്കുലേഷൻ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതേപോലെ ഓവർ ടൈം ആഫ്റ്റർ ഷിഫ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ നോർമൽ ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് എത്ര മിനിറ്റ്സ് കഴിഞ്ഞാലാണ് ഓവർ ടൈമിന്റെ കാൽക്കുലേഷൻ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ എൻ്റർ ചെയ്യേണ്ടത്. അതേപോലെ നമ്മൾ അതിന് സാലറി കമ്പോണന്റ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ്. നമ്മൾ ഏത് ഹെഡിലാണ് ഈ ഓവർ ടൈമിൻ്റെത് നമ്മുടെ സാലറി ഷിപ്പിൽ കാണിക്കേണ്ടത് എന്നുള്ളത് നമ്മളിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കണം. പിന്നെ ഒരു ഓപ്ഷനാണ് ഓവർ ടൈം എലിജിബിലിറ്റി ഫുൾ ഡേ. ഇത് ഓവർ ടൈമിന്റെ നമുക്ക് ബെനിഫിറ്റ്സ് കിട്ടണമെങ്കിൽ ഈ എംപ്ലോയി ഫുൾ ഡേ വർക്ക് ചെയ്താൽ മാത്രമേ ഈ ബെനിഫിറ്റ്സ് കിട്ടുള്ളൂ, ഈ ഓപ്ഷൻ സെലക്റ്റഡ് ആണെങ്കിൽ. പിന്നെ നമുക്ക് വന്ന ഓപ്ഷനാണ് വർക്കിംഗ് ഓൺ ഓഫ് ഡേ. ഇപ്പൊ ഏതെങ്കിലും ഒരു എംപ്ലോയി ഏതെങ്കിലും ഓഫ് ഡേയ്സിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ ആ എംപ്ലോയിക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് കിട്ടും എന്നുള്ളത് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാം. അത് നമുക്ക് OT കോംബോ ഓഫ് അല്ലെങ്കിൽ അലവൻസ് അങ്ങനെ എന്തെങ്കിലും ഓപ്ഷൻ ആണെങ്കിൽ നമുക്ക് അത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. അതേപോലെ നെക്സ്റ്റ് വന്നതാണ് ഷിഫ്റ്റ് അലവൻസ്. ഷിഫ്റ്റ് അലവൻസ് ഓരോ ഷിഫ്റ്റിന് എന്തെങ്കിലും സ്പെഷ്യൽ അലവൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതും നമുക്കിവിടെ എൻ്റർ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ലാസ്റ്റ് വരുന്നതാണ് എക്സെപ്ഷൻസ്. എക്സെപ്ഷൻസ് വരുമ്പോൾ നമുക്ക് ഇവിടെ ആഡ് എക്സെപ്ഷൻസ് ഉള്ള ഒരു ബട്ടൺ വരുന്നുണ്ടാവും. അത് വൺസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാം നമ്മൾ സെലക്ട് ചെയ്ത എല്ലാ ദിവസവും ഇവിടെ ലിസ്റ്റ് ഡൗൺ ആയിട്ട് ഉണ്ടാവും. ഇപ്പോൾ ഏതെങ്കിലും ഒരു ഫോർ എക്സാമ്പിൾ ഞാൻ ഈ സാറ്റർഡേ സെലക്ട് ചെയ്യുകയാണ്. അതേപോലെ അതിന് വീക്ക് കൗണ്ടും ഒരു ഓപ്ഷൻ കാണിക്കട്ടെ, ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് ഫിഫ്ത്ത് അല്ലെങ്കിൽ ഓൾ. അപ്പോൾ ഫസ്റ്റ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എല്ലാ മന്തിലും ഫസ്റ്റ് സാറ്റർഡേക്ക് മാത്രമേ ഈ എക്സെപ്ഷൻ റൂൾ വർക്ക് ചെയ്യുള്ളൂ. സെക്കൻഡ് ആണെങ്കിൽ സെക്കൻഡ് സാറ്റർഡേ മാത്രമേ ആ റൂള് വർക്ക് ചെയ്യേണ്ടാവുള്ളൂ. ഇപ്പോൾ ഓൾ കൊടുക്കുകയാണെങ്കിൽ എല്ലാ സാറ്റർഡേസും ആ റൂള് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനകത്ത് എക്സെപ്ഷൻ ടൈപ്പ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഒന്നില്ലെങ്കിൽ നമുക്ക് ആ സാറ്റർഡേ വീക്ക് ഓഫ് ആയിട്ട് കൺസിഡർ ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഡിഫറെൻറ്റ് ടൈമിംഗ് ആണ് ആ സാറ്റർഡേ വേണമെങ്കിൽ അതും നമുക്ക് എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇവിടെ വരുന്നത്. അതിനകത്ത് നമുക്ക് ഈ ഡിഫറെൻറ്റ് ടൈമിംഗ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇൻ ടൈം സെപ്പറേറ്റ് എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അതേപോലെ ഇൻ ടൈം ഔട്ട് ടൈം എൻ്റർ ചെയ്യാം. പിന്നെ ടോട്ടൽ ഡ്യൂറേഷൻ ഓട്ടോമാറ്റിക്കലി അവിടെ കാണാൻ പറ്റും.
പിന്നെ നമുക്ക് എത്ര മിനിറ്റ്സ് വർക്ക് ചെയ്താലാണ് ഫുൾ ഡേ കിട്ടണത് എന്നുള്ളതിൻ്റെ മിനിറ്റ്സ് ഇവിടെ എൻ്റർ ചെയ്യാം. അതേപോലെ തന്നെ സെയിം ഹാഫ് ഡേ കിട്ടണമെങ്കിൽ എത്ര മിനിറ്റ്സ് വർക്ക് ചെയ്യണം എന്നുള്ളത് നമുക്ക് ഇവിടെ എൻ്റർ ചെയ്യാം. അപ്പോൾ വൺസ് ഇത് നമ്മൾ എൻ്റർ ചെയ്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളുടെ വീക്ക് കൗണ്ട് അനുസരിച്ച് ഈ ദിവസങ്ങളിൽ നമ്മൾ സെലക്ട് ചെയ്ത എക്സെപ്ഷൻ ടൈപ്പ് ആയിരിക്കും വർക്ക് ചെയ്യാൻ പോകുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് നെക്സ്റ്റ് ഡേ കണ്ടീഷനാണ്. ഫോർ എക്സാമ്പിൾ ഈ ഷിഫ്റ്റ് ഒരു നൈറ്റ് ഷിഫ്റ്റ് ആണ്, അതായത് 8 o'clock ടു 8 PM ടു 8 AM എന്നുള്ളൊരു ഷിഫ്റ്റാണ്. അപ്പോൾ നമ്മൾ വർക്കിംഗ് ഡേയ്സ് നേരത്തെ സെലക്ട് ചെയ്തത് അതേപോലെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് കാണാം ഇൻ ടൈം എന്നത് 8 PM, അതേപോലെ ഔട്ട് ടൈം എന്നത് 8 AM ആണ്. അപ്പോൾ ഇത് നമുക്ക് ഈ ഷിഫ്റ്റ് നമ്മുടെ സോഫ്റ്റ്വെയറിൽ വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ നെക്സ്റ്റ് ഡേ എന്നുള്ള കണ്ടീഷൻ എനേബിൾ ചെയ്യണം. അപ്പോൾ ഇത് നമുക്ക് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് എൻ്റർ ചെയ്യേണ്ടത് മാക്സ് ഇൻ ടൈം ആണ്. അപ്പോൾ ഈ മാക്സിമം ഇൻ ടൈം എന്ന് പറഞ്ഞാൽ ഈ 8 മണിക്ക് മുന്നേ, അതായത് നമ്മുടെ ചെക്ക് ഔട്ട് ടൈമിന് മുന്നേ എത്ര മിനിറ്റ്സ് വരെ ഒരു എംപ്ലോയിക്ക് ഇൻ ചെയ്യാം എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ 60 കൊടുക്കുകയാണെങ്കിൽ മാക്സിമം 7 AM വരെ ഈ എംപ്ലോയിക്ക് ഇൻ ചെയ്യാൻ, ഈ എംപ്ലോയിയുടെ പഞ്ച് ഇന്നുള്ള ഡയറക്ഷനിലായിരിക്കും കൺസിഡർ ചെയ്യുക. അതേപോലെ മാക്സ് ഔട്ട് മിനിറ്റ് നമുക്ക് ഇവിടെ എൻ്റർ ചെയ്യണം. അതും നമ്മളിപ്പോൾ ഒരു 60 മിനിറ്റ്സ് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ മാക്സ് ഔട്ട് ടൈം 9 എന്ന് കാണാം. അതിപ്പോൾ അതെന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ മാക്സിമം 8 o'clock കഴിഞ്ഞ് മാക്സിമം 9 o'clock വരെ ഈ എംപ്ലോയിൻ്റെ പഞ്ചസ് ഔട്ടായിട്ടായിരിക്കും കൺസിഡർ ചെയ്യുക. അത് കഴിഞ്ഞുള്ള വന്ന പഞ്ചസ് അടുത്ത ഷിഫ്റ്റിൻ്റെ ഇന്നായിട്ടായിരിക്കും വരിക. അപ്പോൾ ഇത് ഈ കണ്ടീഷനിൽ നമുക്ക് സെയിം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലേറ്റ് ഇൻ ലിമിറ്റ് എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതേപോലെ ഏർലി ഔട്ട് എൻ്റർ ചെയ്യാം. ഫുൾ ഡേ മിനിറ്റ്സ്, ഈ എംപ്ലോയി എത്ര മിനിറ്റ്സ് വർക്ക് ചെയ്താലാണ് ഫുൾ ഡേ കിട്ടണത് എന്നുള്ളത് ഇവിടെ എൻ്റർ ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ ഹാഫ് ഡേ മിനിറ്റ്സും എൻ്റർ ചെയ്യാം. പിന്നെ നമ്മൾ മെയിനായിട്ട് നമ്മുടെ ഷിഫ്റ്റിൻ്റെ റൂൾ സ്ട്രിക്റ്റ് മോണിറ്ററിംഗ് ആണോ ഫ്ലെക്സിബിൾ ആണോ എന്നുള്ളതും സെലക്ട് ചെയ്യേണ്ടതാണ്. പിന്നെ വേറൊരു ഓപ്ഷനാണ് ഇൻക്ലൂഡ് ബ്രേക്ക് എന്നുള്ളത്. ഇൻക്ലൂഡ് ബ്രേക്ക് നമുക്ക് ഏത് ഷിഫ്റ്റിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇത് മെയിനായിട്ട് ഇവരുടെ എംപ്ലോയീസിൻ്റെ ബ്രേക്ക് ടൈം കാൽക്കുലേറ്റ് ചെയ്യണോ വേണ്ടിയോ നമ്മൾ സെലക്ട് ചെയ്യാനുള്ളതാണ്. ഇപ്പോൾ ഇൻക്ലൂഡ് ബ്രേക്ക് നമ്മൾ ടിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവർ ബ്രേക്കിൻ്റെ ഇടയിൽ പഞ്ച് ഔട്ട് ചെയ്യണമെങ്കിൽ ആ ടൈം ഗ്യാപ്പ് നമ്മുടെ ടോട്ടൽ ഡ്യൂറേഷനിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ടാവും. അതേപോലെ അത് അൺടിക്ക് ചെയ്താക്കുകയാണെങ്കിൽ ഇവർ ബ്രേക്സിന് പഞ്ചിനും പഞ്ച് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡ്യൂറേഷൻ കുറച്ചിട്ടുള്ള ഡ്യൂറേഷനായിരിക്കും നമ്മുടെ സോഫ്റ്റ്വെയർ കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഷിഫ്റ്റിൽ മെയിനായിട്ട് വരുന്ന കാര്യങ്ങൾ. വൺസ് നമ്മൾ ഷിഫ്റ്റ് എല്ലാം ക്രിയേറ്റ് ചെയ്ത് സേവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ടേബിളിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത എല്ലാ ഷിഫ്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ പറ്റും. ഇപ്പോൾ ഒരു ഷിഫ്റ്റിൻ്റെ ഡീറ്റെയിൽസ് വ്യൂ ചെയ്യാനായിട്ട് ജസ്റ്റ് ആ ഷിഫ്റ്റ് സെലക്ട് ചെയ്യുക. ഈ വ്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഷിഫ്റ്റിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഇവിടെ കാണാൻ പറ്റും. പിന്നെ അത് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും വരുന്നുണ്ട്. അതേപോലെ അത് ഏതെങ്കിലും ഷിഫ്റ്റ് നമുക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ആ ഷിഫ്റ്റ് റിമൂവ് ചെയ്യേണ്ട ഷിഫ്റ്റ് സെലക്ട് ചെയ്തിട്ട് ഈ റിമൂവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഷിഫ്റ്റ് റിമൂവ് ആയിട്ടുണ്ട്. ആൻഡ് നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകണമാണ് ഇപ്പോൾ ഒരു എംപ്ലോയിക്ക് മൾട്ടിപ്പിൾ ഷിഫ്റ്റ് ആൾ വർക്ക് ചെയ്യേണ്ടത്, അതായത് ഒരു ദിവസം 9 to 5 ആണ്, നെക്സ്റ്റ് ഡേ 10 to 6 അങ്ങനെയാണ് ആളുടെ ഷിഫ്റ്റ് വരണമെങ്കിൽ അങ്ങനത്തെ സെനാരിയോസ് എങ്ങനെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. അതിനായി ഫസ്റ്റ് നമ്മൾ എംപ്ലോയിയിൽ അലോക്കേറ്റ് പോളിസി ഇൻ ബൾക്ക് എന്നുള്ള ഓപ്ഷനിൽ വരിക. അതിൽ ഫസ്റ്റ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഷിഫ്റ്റ് അലോക്കേഷൻ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. വൺസ് ഇത് അലോക്കേറ്റ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഓർഗനൈസേഷനിലെ ഷിഫ്റ്റ് എല്ലാ എംപ്ലോയീസിൻ്റെ ലിസ്റ്റ് ഇവിടെ കാണാൻ പറ്റും. അതേപോലെ ഷിഫ്റ്റ് എന്നുള്ളൊരു ബോക്സും പിന്നെ അലോക്കേറ്റഡ് ഷിഫ്റ്റ് എന്നുള്ളൊരു ബോക്സും കാണാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് നമ്മൾ ഒരു എംപ്ലോയിനെ സെലക്ട് ചെയ്യുക. ഈ എംപ്ലോയിനെ സെലക്ട് ചെയ്യുമ്പോൾ ഈ എംപ്ലോയിയുടെ അലോക്കേറ്റഡ് ഷിഫ്റ്റ്സിൽ ഈ എംപ്ലോയിയുടെ പ്രൈമറി ഷിഫ്റ്റ് കാണാൻ പറ്റും. അതേപോലെ നമ്മുടെ ഓർഗനൈസേഷനിൽ ബാക്കി എല്ലാ ഷിഫ്റ്റും ഇവിടെ കാണാൻ പറ്റും. ഇപ്പോൾ ഏതൊക്കെ ഷിഫ്റ്റാണ് ഈ എംപ്ലോയിക്ക് നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കേണ്ടതെന്നുള്ളത് ജസ്റ്റ് ഇവിടുന്ന് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഈ എംപ്ലോയിക്ക് ഇത്രയധികം ഷിഫ്റ്റ് നമ്മൾ അഡീഷണലി അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഈ എംപ്ലോയിയുടെ റോസ്റ്റർ പ്ലാൻ ചെയ്യണം. മന്ത്ലി റോസ്റ്റർ പ്ലാൻ ചെയ്യാനായിട്ട് അറ്റൻഡൻസ് എന്നുള്ള ഓപ്ഷനിൽ വരിക. അതിൽ ഷിഫ്റ്റ് പ്ലാനർ എന്നുള്ള മെനു ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ എംപ്ലോയിൻ്റെ പേര് സെലക്ട് ചെയ്യുക ആൻഡ് മന്ത് സെലക്ട് ചെയ്യുക. ജസ്റ്റ് ക്ലിക്ക് ഓൺ ലോഡ് റോസ്റ്റർ. അപ്പോൾ ഇത് ഈ മന്തിലെ റോസ്റ്റർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇവിടെ വരുന്നത്.
ഇതിനകത്ത് നമുക്ക് ഈ എംപ്ലോയിന് ഏതൊക്കെ ദിവസം ഏതൊക്കെ ഷിഫ്റ്റാണ് നമുക്ക് ഈസിലി സെറ്റ് ചെയ്യാനായിട്ടാണ് ഈ ഷിഫ്റ്റ് എന്നുള്ള കോളത്തിൽ ഓരോ ഡേറ്റിന് അഗെയിൻസ്റ്റ് ആയിട്ട് നമുക്ക് ഓരോ ലിസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ആ ലിസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ അലോക്കേറ്റ് ചെയ്ത ഷിഫ്റ്റ് എല്ലാം നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ആൻഡ് ഇതെല്ലാം നമുക്കിവിടെ ഇന്റർചേഞ്ച് ചെയ്ത് ആഡ് ചെയ്യാനും പറ്റുന്നതാണ്. വൺസ് ഇതെല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സേവ് എന്നുള്ള ബട്ടൺ സേവ് റോസ്റ്റർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. ആൻഡ് ഈ നമ്മളെ ഷിഫ്റ്റ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും ആ എംപ്ലോയിക്ക് ആ ദിവസം പഞ്ചിങ് വർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഷിഫ്റ്റ് മൊഡ്യൂളിൽ വന്നേക്കുന്ന ചേഞ്ചസും ഫീച്ചേഴ്സും. താങ്ക് യു.